ഹായ് ഡാ മക്കളെ, എൻ്റെ എല്ലാ മക്കൾക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി മാം ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത്ര സിമ്പിൾ ആണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മളത് പഠിക്കേണ്ട ആവശ്യം? ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓണപരീക്ഷയാവട്ടെ, ആനുവൽ എക്സാം ആവട്ടെ, ഇതിലൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ ഇന്ന് ആ ഒരു ടോപ്പിക്കായിട്ട് എൻ്റെ മക്കളിലേക്ക് വന്നിരിക്കുന്നത്. കാരണം എൻ്റെ ഒരു മക്കൾ പോലും, ഒരു കുട്ടി പോലും ഇതിൽ നിന്നൊരു ചോദ്യം വന്നാൽ തെറ്റിക്കരുത്, അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കരുത്, മാറി എഴുതരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സോ ഞാൻ പറഞ്ഞു, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. മാത്രമല്ല ചില ആളുകൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരുന്നൊരു ടോപ്പിക്കാണ്. നമുക്കത് ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ കൺഫ്യൂഷൻ, എങ്ങനെയാണ് ആ കൺഫ്യൂഷൻ നമുക്ക് ഇല്ലാതെയാക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ഈച്ച് ആൻഡ് എവറി എക്സാമ്പിൾ ഒരു ഉദാഹരണം തരുമ്പോൾ ആ ഉദാഹരണം കണ്ടിട്ട് അത് ഏത് ടൈപ്പാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതൊക്കെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കും. ഗായ്സ്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഇന്നത്തെ ഒറ്റ ക്ലാസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ അരച്ച് കലക്കി കുടിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആക്കുന്നു. റെഡി ആണല്ലോ? ഓക്കെ, അപ്പം നമ്മുടെ ടോപ്പിക് ഏതാണ്? നിങ്ങൾ വിചാരിക്കും മാറ്ററിനെ കുറിച്ചിട്ടാണോ മിസ് ഇന്നും പറയാൻ പോകുന്നത്? മാറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം അല്ലേ? കാരണം എന്താണ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററും നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലും നമ്മൾ പഠിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? മാറ്ററിനെ കുറിച്ച് തന്നെയാണ്. മാറ്ററിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ 8ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുമുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റർ എന്താണ് ഏതാണെന്നൊന്നും എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു പീപ്പിൾ നോ മച്ച് ബെറ്റർ ദാൻ മീ അല്ലേ? നിങ്ങൾക്ക് എന്നെക്കാട്ടും നന്നായിട്ട് മാറ്ററിനെ ഡിഫൈൻ ചെയ്യാനും അതിൻ്റെ എക്സാമ്പിൾസ് എഴുതാനും അറിയാമെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. മാറ്റർ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? മിക്സ്ചർ ആൻഡ് എന്താണ്? യെസ്, പ്യുവർ സബ്സ്റ്റൻസ്. മാറ്ററിനെ അതിൻ്റെ എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിൽ ആ മാറ്റർ, ആ ഒരു പദാർത്ഥം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ എന്താണ്, യെസ്, നമ്മളിങ്ങനെ ചൂർന്ന് ഇറങ്ങി നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കുകയാണെ ആ സമയത്ത് കെമിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിൽ മാറ്ററിനെ നമ്മൾ 2ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മിക്സ്ചർ എന്നും അതുപോലെ തന്നെ പ്യുവർ സബ്സ്റ്റൻസ് എന്നും നമ്മൾ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. ഈ മിക്സ്ചറിനെ നമുക്ക് ഇനിയും ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അത് നമ്മുടെ അടുത്ത കോണ്ടന്റ് വീഡിയോയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആരെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്? പ്യുവർ സബ്സ്റ്റൻസിനെ കുറിച്ചിട്ടാണ്, ശുദ്ധ പദാർത്ഥത്തിനെ കുറിച്ചിട്ടാണ്. ശുദ്ധ പദാർത്ഥത്തിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 തരത്തിലാണ് കേട്ടോ. ശുദ്ധ പദാർത്ഥത്തെ നമ്മൾ എന്താണ്, എലിമെന്റ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കോമ്പൗണ്ട് ആയിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കുറേ മക്കൾക്ക് നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ 8ാം ക്ലാസ്സിലാണ് ഈ എലമെന്റ്സും കോമ്പൗണ്ട്സും ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ സഹിതം പഠിക്കുന്നത് അല്ലേ? അപ്പോൾ കുറേ എക്സാമ്പിൾസ് തരുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷനാണ്. അയ്യോ, ഈ തന്നതിൽ ഞാൻ പഠിച്ചതാണ്, ഡെഫിനിഷനൊക്കെ എനിക്കറിയാം, പക്ഷെ എന്നാൽ പോലും എനിക്കിതിനെ വേർതിരിച്ച് എഴുതാൻ സാധിക്കുന്നില്ല. ഇതിലേതാണ് എലമെന്റ്, ഇതിലേതാണ് കോമ്പൗണ്ട് എന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന എൻ്റെ മക്കളെടുത്ത് ഞാൻ പറയാണ്, ഈ ഒറ്റൊരു കോണ്ടന്റ് വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ടീച്ചർ പറയുന്നത് ഇപ്പം കേട്ട് ബാക്ക് അടിച്ചാൽ പോരാ, കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുക. കാരണം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ്, നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിനെ തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ദ മെറ്റീരിയൽസ് മേഡ് അപ്പ് ഓഫ് ഓൺലി 1 type of atoms are called പ്യുവർ സബ്സ്റ്റൻസസ്. ഒരേ ഇനം കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നത്. ആലോചിക്കുക, പ്യുവർ സബ്സ്റ്റൻസ്. നിങ്ങൾ പ്യുവർ മിൽക്ക് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ പ്യുവർ ഓർഗാനിക് റൈസ് എന്ന് കേട്ടിട്ടുണ്ടാവും, പ്യുവർ ഗീ എന്ന് കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കുമോ? അല്ല. നമ്മൾ സാധാരണ ഒരു പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പം നമ്മളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? അഡൾട്രേഷൻസ് അല്ലെങ്കിൽ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത സബ്സ്റ്റൻസിനെ നമുക്ക് പ്യുവർ മിൽക്ക്, പാലിൽ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, വാട്ടർ ഒന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ പ്യുവർ മിൽക്ക് എന്ന് പറയാം നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ ആരാണ്? കെമിസ്ട്രി സ്റ്റുഡൻസ് ആണ്. കെമിസ്ട്രി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് വെരി പ്യുവർ. പ്യുവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരേ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ സാധിക്കുള്ളൂ. പാല് ഒരിക്കലും എന്തല്ല, നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം പാലിനകത്ത് പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്,
വാട്ടർ കണ്ടന്റ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സബ്സ്റ്റൻസ് ഉണ്ട് അല്ലെ. ഇപ്പം തന്നെ പറഞ്ഞപ്പോൾ 3 സബ്സ്റ്റൻസ് ആയി. നമ്മൾ പറഞ്ഞു പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെയിം കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കണം, ഒറ്റ പാർട്ടിക്കിൾ ആയിരിക്കണം. ഇതിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള പാർട്ടിക്കിൾസിലെ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ പാല് നമുക്കൊരു പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഏതൊക്കെ എക്സാമ്പിൾസ് ആണ് നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്? കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ നോക്കാം കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പ്യുവർ ഗോൾഡ് ആണ്, തനി തങ്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പ്യുവർ ഗോൾഡിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി മാത്രമേ ഉള്ളൂ, ഗോൾഡ് പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ മനസ്സിലൊരു സംശയം വരും, മിസ്സേ നമ്മൾ ഇട്ടിരിക്കുന്നത്, ഞാൻ ഇട്ടിട്ടില്ല, എന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഓർണമെന്റ്സ്, കമ്മലാവട്ടെ, മോതിരമാവട്ടെ, മാലയാവട്ടെ, വളകളാവട്ടെ, എന്തുമാവട്ടെ, ഇതെല്ലാം പ്യുവർ ആയിരിക്കുമോ അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിൾ ആയിരിക്കുമോ? ഒരിക്കലും അല്ല കേട്ടോ. കാരണം നമ്മൾ ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗോൾഡിൻ്റെ കൂടെ വേറെ കുറച്ച് മെറ്റലുകളെയും നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഈ കോപ്പർ പോലത്തെ മെറ്റലുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഗോൾഡിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ആ ഒരു ഓർണമെന്റിന് ആ ഒരു സ്റ്റിഫ്നെസ്സും ആ ഒരു സ്ട്രോങ്ങും അല്ലെങ്കിൽ നമുക്ക് മേക്ക് ചെയ്യാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ മെറ്റലുകൾ എവിടെ ആഡ് ചെയ്യുന്നത്, നമ്മുടെ ഗോൾഡ് ഓർണമെന്റ്സിൽ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ എന്ത് പറയുന്നത്, 916 ഗോൾഡ് എന്ന് പറയുന്നത്. 916 ഗോൾഡ് എന്ന് പറഞ്ഞാൽ 91.6% ആണ് എന്തുള്ളത്, ഗോൾഡ് അടങ്ങിയിരിക്കുന്നത്. സോ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഗോൾഡിന്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ അകത്ത് അടിച്ചു പറിക്കാലും നമുക്ക് എന്ത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, ഗോൾഡിന്റെ പാർട്ടിക്കിൾസ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഗോൾഡിന്റെ സിമ്പിൾ ആണ് AU എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ സോൾട്ട്. നമ്മളൊക്കെ കറിക്ക് ഉപ്പിടാറുണ്ട് അല്ലെ, ഉപ്പിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പം പറയും ഒരു ഉപ്പിന്റെ വില പോലും തന്നില്ല. എടാ, ഉപ്പ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏതെങ്കിലും ഒരു ഫുഡിൽ ഉപ്പ് ഇട്ടില്ലെങ്കിൽ പിന്നെ ആ ഫുഡ് കഴിക്കാൻ കൊള്ളൂ? ഇല്ല അല്ലേ. ഫുഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി പവർഫുൾ. സിമ്പിൾ ആണെങ്കിലും ആള് ഭയങ്കര പവർഫുൾ ആണ്. ആരാണ്? നമ്മുടെ ഉപ്പാണ് കേട്ടോ. ഉപ്പിന്റെ ഫോർമുല എന്താണ്? NaCl ആണ്. നോക്കുക, സോൾട്ട് എന്ന് പറയുന്നത് NaCl ആണ് അല്ലേ. നമ്മൾ സോൾട്ട് എടുക്കുന്ന സമയത്ത് സോൾട്ട് മൊത്തം നമ്മൾ അടിച്ചു പെറുക്കിയാലും സോൾട്ടിൻ്റെ അകത്ത് എന്ത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, ഉപ്പിന്റെ കണികകൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഈ പറഞ്ഞ NaCl പാർട്ടിക്കിൾസ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഞാൻ സോൾട്ടിന്റെ ഒരു ചെറിയൊരു തരി എടുത്തു, ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പ് രുചിയാണല്ലേ. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ അകത്ത് NaCl പാർട്ടിക്കിൾ ഉള്ളത് കൊണ്ടാണ്. അതേപോലെ നമുക്ക് എന്ത് പറയാം, ഓക്സിജൻ. നമ്മുടെ ഓക്സിജൻ സിലിണ്ടേഴ്സിൻ്റെ അകത്തുള്ള ഓക്സിജൻ്റെ അകത്ത് എന്താ പ്രത്യേകത? ഓക്സിജൻ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മളിപ്പോൾ ശ്വസിക്കുന്നത്, ഞാൻ ശ്വസിച്ചു അല്ലേ, യെസ്, ഞാൻ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന്, ഈ ചുറ്റുമുള്ള എയറിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, എയർ ഞാൻ ശ്വസിച്ചു. ഈ ശ്വസിച്ചത് ഓക്സിജൻ മാത്രമായിരിക്കുമോ? അല്ല. ഈ എയറിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും വിവിധ തരത്തിലുള്ള അല്ലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഗ്യാസസ് ഉണ്ട്. ചിലപ്പോൾ ഹൈഡ്രജൻ ഉണ്ടാവാം, ചിലപ്പോൾ ഓക്സിജൻ ഉണ്ടാവാം, ചിലപ്പോൾ നൈട്രജൻ ഉണ്ടാവാം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള എന്താണ് ഗ്യാസുകളുടെ ഒരു മിശ്രിതമാണ്, ഒരു മിക്സ്ചറാണ് നമ്മുടെ എയർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ എയർ നമ്മൾ അകത്തേക്ക് എടുക്കുന്നു. എന്നാൽ നമ്മൾ എടുത്തിരിക്കുന്ന എയറിൻ്റെ അകത്ത് നിന്ന് ഓക്സിജൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡ് കൊണ്ടുപോകുന്നത് അല്ലെ, നമ്മൾ റെസ്പിറേഷന് വേണ്ടി സഹായിക്കുന്നത് നമ്മൾ ഇതിൽ നിന്ന് ശ്വസിക്കുന്ന ഓക്സിജൻ ആണ്. സോ നമ്മൾ എന്ത് കണ്ടു, പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞു, കുറച്ച് എക്സാമ്പിൾസും കണ്ടു കഴിഞ്ഞു അല്ലെ. അപ്പൊ ആസ് എ കെമിസ്ട്രി സ്റ്റുഡൻറ്, പ്യുവർ സബ്സ്റ്റൻസ് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരേ ഒരു പോയിന്റ് ഏതാണ്, പ്യുവർ സബ്സ്റ്റൻസിൻ്റെ അകത്ത് ഒരേ തരത്തിലുള്ള കണികകളാണ് കാണാൻ സാധിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെയിം കൈൻഡ് ഓഫ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ സിംഗിൾ കമ്പോണന്റ് എന്ന് പറയാം. ഗോൾഡ് ആവട്ടെ, ഗോൾഡിൻ്റെ അകത്ത് AU പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. ഇനി സോൾട്ട് ആവട്ടെ, അതിൻ്റെ അകത്ത് NaCl പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ഓക്സിജൻ ആവട്ടെ, അതിൻ്റെ അകത്ത് O2 പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. ഇതിനെയൊക്കെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഈ എക്സാമ്പിൾസ് നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കിക്കേ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എലിമെന്റ് ആയിട്ടും കോമ്പൗണ്ട് ആയിട്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഗോൾഡിൻ്റെ അകത്തട AU മാത്രമല്ലേ ഉള്ളൂ, വേറെ ഏതെങ്കിലും ആറ്റത്തിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഓക്സിജന്റെ കേസ് നോക്കിക്കേ, O2 അല്ലെ, O രണ്ടെണ്ണം ഉണ്ടെങ്കിലും O തന്നെയുള്ളൂ, അവിടെ ഓക്സിജൻ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. വേറെ ഒരു തരത്തിലുള്ള ആറ്റംസിനെയും നമുക്ക് ഓക്സിജനിലും കാണാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ ഉപ്പിന്റെ കേസിൽ അങ്ങനെയാണോ? അല്ല അല്ലെ. ഉപ്പിൻ്റെ അകത്ത് 2 തരത്തിലുള്ള ആറ്റംസ്, ശ്രദ്ധിക്കണേ, 2 തരത്തിലുള്ള ആറ്റംസുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോഡിയം ആറ്റവും ഉണ്ട്, യെസ്, ക്ലോറിൻ ആറ്റവും ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ ഒരു എലമെന്റിനെയും കോമ്പൗണ്ടിനെയും നമുക്ക് തരംതിരിക്കാൻ സാധിക്കും? എലമെന്റുകൾ എന്ന് പറഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതിൽ എന്താണ് പ്രത്യേകത? ഒരേ കൈൻഡ് ഓഫ് ആറ്റംസ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഫോർ എൻ എക്സാമ്പിൾ ഓക്സിജൻ,
നമ്മൾ ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ഇനി നൈട്രജൻ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ നൈട്രജൻ ഗ്യാസിൻ്റെ അകത്ത് നൈട്രജൻ മാത്രമേ ഉള്ളൂ. ഇനി ഗോൾഡ് പോലെ നമ്മൾ സിൽവർ എടുക്കുകയാണ്, സിൽവറിനെയാണ് നമ്മൾ Ag എന്ന് എഴുതുന്നത് അല്ലേ, സിൽവറിൻ്റെ സിമ്പിളാണ് Ag എന്ന് പറയുന്നത്. സിൽവർ എടുത്തു, സിൽവറിൻ്റെ അകത്ത് സിൽവർ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ, സിൽവറിൻ്റെ ആറ്റംസ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. സോ ഇതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം, പ്യുവർ സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിൾസ് ആണെന്ന് പറയാം. കാരണം അതിൻ്റെ അകത്ത് വേറെ ഒരു തരത്തിലുള്ള ആറ്റംസും ഇല്ല അല്ലേ. നേരെ മറിച്ച് കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത എന്താണ്, ഇവിടെ ഈ എക്സാമ്പിൾസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഞ്ചസാര, ഷുഗറിന്റെ ഫോർമുല എന്താണ്, C12H22O11 അല്ലെ. 3 തരത്തിലുള്ള ആറ്റംസ് കൂടി ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്. കാർബൺ, H എന്ന് പറയുന്നത് ഹൈഡ്രജൻ, O എന്ന് പറയുന്നത് ഓക്സിജൻ. 3 തരത്തിലുള്ള ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഷുഗർ എന്ന് പറയുന്ന പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ എന്ത് കാണാം, വ്യത്യസ്ത തരത്തിലുള്ള ആറ്റങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് CO2 ആണ്, കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട്. ഇനി നമ്മുടെ വെള്ളം കുടിക്കാതെ ഒരാൾക്ക് പോലും കുറേ നേരത്തേക്ക് ഇരിക്കാൻ പറ്റത്തില്ല അല്ലേ. മാക്സിമം പോയി ഒരു ദിവസമൊക്കെ ഇരിക്കും. പിന്നെ നമ്മൾ വെള്ളം കുടിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. വാട്ടറിന്റെ കേസ് എടുക്കുക, വാട്ടറിൻ്റെ അകത്ത് H2O ആണ്, ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്, ഓക്സിജൻ ആറ്റവും ഉണ്ട്. അപ്പൊ ആലോചിക്കുക, നമ്മൾ എടുത്തിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന പഞ്ചസാരയാവട്ടെ, ഉപ്പാവട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആവട്ടെ, വാട്ടർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആണേ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ ഒരു തരത്തിലുള്ള സോൾട്ടുകളോ മിനറൽസോ ഇംപ്യൂരിറ്റീസോ ഒന്നും ഉണ്ടാവില്ല. ഡിസ്റ്റിൽഡ് വാട്ടറാണ് നമ്മൾ മെഡിസിനൽ ഫീൽഡുകളിലും അതുപോലെ തന്നെ നമ്മുടെ ലബോറട്ടറീസിൽ ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. ബിക്കോസ് ഡിസ്റ്റിൽഡ് വാട്ടർ ഇറ്റ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. അപ്പം നമ്മൾ എന്ത് കണ്ടു, കോമ്പൗണ്ടിന്റെ പ്രത്യേകതയും കണ്ടു. സോ എലമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരേ ടൈപ്പ് ഓഫ് ആറ്റംസ് മാത്രമേ ഉള്ളൂ, സിംഗിൾ ടൈപ്പ് ഓഫ് ആറ്റംസ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. കോമ്പൗണ്ടിന്റെ കേസിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് കൂടി ചേർന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്, കോമ്പൗണ്ട് ആയിട്ട് മാറുന്നത് എന്ന് കണ്ടു. സോ ഇത്രയേ ഉള്ളൂ. ഇനി ആർക്കും എന്തുണ്ടാവരുത്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്, എലമെന്റും കോമ്പൗണ്ടും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് നിങ്ങൾക്ക് പഠിച്ചു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ എത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ മിക്സ്ചർ നമ്മൾ കണ്ടു, മാറ്ററും മിക്സ്ചറും പ്യുവർ സബ്സ്റ്റൻസും ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. പ്യുവർ സബ്സ്റ്റൻസിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. മിക്സ്ചറിന്റെ പ്രത്യേകത എന്താണ്, മെറ്റീരിയൽസ് ഹാവിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് ആർ കോൾഡ് മിക്സ്ചേഴ്സ് അല്ലെ. എന്താണ്, വ്യത്യസ്ത ഗുണങ്ങളോട് കൂടിയ കണികകളുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാമ്പാർ എടുത്തു, എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ഞാൻ സാമ്പാർ എടുത്തു. സാമ്പാറിൻ്റെ അകത്ത് നമുക്ക് പലതരത്തിലുള്ള വെജിറ്റബിൾസ് കാണാം അല്ലേ. വെണ്ടക്ക കാണാം, ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കാണാം, തക്കാളി കാണാം, മുരിങ്ങക്കായ കാണാം, വഴുതിഴങ്ങ കാണാം, പലതരത്തിലുള്ള വെജിറ്റബിൾസ് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പം നമുക്കതൊരു മിക്സ്ചറിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ, പറയാലോ. അതേപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ കുറേ വസ്തുക്കൾ എന്താണ്, മിക്സ്ചേഴ്സിൻ്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. പാല് ഒരു മിക്സ്ചറാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ എയർ ഒരു മിക്സ്ചറാണ്, പിസ്സ ഒരു മിക്സ്ചറാണ്, ഫ്രൂട്ട് സാലഡ് ഒരു മിക്സ്ചറാണ്. കാരണം എന്താണ്, ഇത് എന്ത് എക്സാമ്പിൾ എടുത്താലും ഇതിലൊക്കെ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഒന്നിൽ കൂടുതൽ എന്താണ്, വ്യത്യസ്ത തരത്തിലുള്ള സബ്സ്റ്റൻസുകൾ കൂടി ചേർന്നിട്ടാണ് മിശ്രിതങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ചെറിയൊരു ഹോംവർക്ക് തന്നോട്ടെ, നിങ്ങൾ എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ മിക്സ്ചർ എൻ്റെ ഏതെങ്കിലും 2 എക്സാമ്പിൾസ് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ക്ലാസ് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ മിക്സ്ചേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 എക്സാമ്പിൾസ്, മിക്സ്ചേഴ്സിന്റെ 2 എക്സാമ്പിൾസ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതേപോലെ ഇനിയും നമുക്ക് എന്തുണ്ട്, ഒരുപാട് കോണ്ടന്റ് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. ഇനി ഏതെങ്കിലും നമ്മുടെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ടീച്ചർ എന്ത് ചെയ്യാം, ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് തീർച്ചയായിട്ടും കോണ്ടന്റ് വീഡിയോസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മനസ്സിൽ ഒറ്റ എയിമേ ഉള്ളൂ അല്ലേ, എന്താണ്, ഈ വർഷം നമ്മുടെ കെമിസ്ട്രിയിലുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ മനസ്സിലാക്കി പഠിച്ച് പരീക്ഷ അടിപൊളിയായിട്ട് എഴുതും. എല്ലാവരുടെയും ആഗ്രഹം പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങണം എന്ന് തന്നെയാണ്. എൻ്റെ മക്കൾക്കും ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇവിടെ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയുള്ള കോണ്ടന്റ് വീഡിയോസിലും നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലും കാണാം. അതുവരെ ബൈ.